ഇത് പറയാനാണ് ഈ ട്രാഫിക്കിന്റെ ഇടയിലൂടെ തന്നെ ഇങ്ങോട്ട് വിളിച്ചത്. തീർച്ചയായിട്ടും ഇമ്പോർട്ടന്റ് ആണ്. എനിക്ക് ഇമ്പോർട്ടന്റ് ആണ്. ഈ തലമുറയെ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പ്രണയത്തിലാണ്. ഞാൻ തീർച്ചയായിട്ടും ലൈംഗികതയിൽ ഏർപ്പെടുന്ന ഒരാളാണ്. ഞാൻ പ്രണയത്തിലാണ്. ഞാൻ തീർച്ചയായിട്ടും ലൈംഗികതയിൽ ഏർപ്പെടുന്ന ഒരാളാണ്. അത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് പറയാനായിട്ട് മടിയൊന്നുമില്ല. ലൈഫിൽ ഒരു പുരോഗമനമൊക്കെ വേണ്ടേ? ലൈഫ് എന്ന് പറഞ്ഞാൽ പ്ലേ ആൻഡ് എൻജോയ്. നമ്മൾ പ്രകൃതിപരമായി തന്നെ സൃഷ്ടിച്ചേക്കണം. അങ്ങനെയാണ് മെയിൽ ഫീമെയിലിനുള്ളതാണെന്നുള്ള രീതിയിലാണ്. പ്രകൃതി നിയമങ്ങൾക്ക് കുറച്ചൊക്കെ നമ്മൾ വഴങ്ങേണ്ടതല്ലേ? വഴങ്ങരുത്. ലൗകികമായ തൃഷ്ണകളെ നമ്മൾ അതിജീവിക്കണം. നീ ഇപ്പൊ ചോദിച്ചതേ ഒരു ആദ്യം ഊള ആൻസറാ. അതിനോടൊന്നും അംഗീകരിക്കുന്നില്ല. അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമല്ലേ. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഈ ലോകത്തിന്റെ ഒരു പോക്കേ. കല്യാണത്തിന് മുമ്പ് സെക്സ് ചെയ്യുന്നവരുണ്ട്, കല്യാണം കഴിഞ്ഞിട്ട് സെക്സ് ചെയ്യുന്നവരുണ്ട്. That's their priorities. ഇത് പുതിയ സ്റ്റൈലാ, പുതിയ ഫ്ലാഷ്. ഇപ്പോഴത്തെ പിള്ളേരുടെ ഓരോരോ കാര്യങ്ങളെ. നമ്മുടെ പ്രയോറിറ്റി നമ്മുടെ ഇഷ്ടങ്ങൾ നോക്കുക. ഈശ്വര, ഇതാണ് ന്യൂ ജനറേഷൻ. പണ്ട് പറയുമല്ലോ ആളുകൾ കല്യാണത്തിന് മുമ്പ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പാടും, കല്യാണത്തിന് ശേഷമേ ലൈംഗികത ആവാൻ പാടുള്ളൂ. ഇതാ മലയാളികളുടെ കുഴപ്പം. മറ്റുള്ളവരുടെ കാര്യത്തിൽ അനാവശ്യമായി കയറി ഇടപെടും. ഇംഗ്ലണ്ടിൽ നടക്കും, ജർമ്മനിയിൽ നടക്കും. ആക്ച്വലി പണ്ടുള്ള ആൾക്കാർക്ക് സെക്സ് എഡ്യൂക്കേഷനെ പറ്റി വിവരം കുറവായിരുന്നു. അതുകൊണ്ട് അവരങ്ങനെ പറഞ്ഞു. നിനക്ക് അത്രയ്ക്ക് മുട്ടി നിൽക്കുകയാണെങ്കിൽ തൽക്കാലം അടക്കി വെക്കേ, കല്യാണം കഴിയുന്നവരത് നടക്കില്ല. ഇപ്പൊ ആൾക്കാര് മൈൻഡ് മാറിക്കൊണ്ടിരിക്കല്ലേ. ഈ നാട്ടിൽ നിന്നാ ഇവൻ വഴിതെറ്റും. ഒരുപാട് ഇടവഴികളുള്ള നാട്ടിൽ ആർക്കായാലും വഴിതെറ്റും.